അവിടെ വൈകുന്നേരം 4:30-5 മണിക്ക് നാടക റിഹേഴ്സൽ തുടങ്ങുമെന്ന് പറഞ്ഞാൽ 5 മണി കറക്റ്റിന് നാടക റിഹേഴ്സൽ തുടങ്ങും. അതുവരെ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ 7 മണിക്ക് നാടക റിഹേഴ്സൽ കേട്ടോ എന്ന് പറഞ്ഞാൽ തുടങ്ങുക ഒരു 9 മണിക്ക്. 7 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ സാധനം 9 മണിക്ക് 9 മണിക്കാണ് തുടങ്ങുക. ഇതങ്ങനെയല്ല. 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി. നിങ്ങൾ 5:05 വരണമെന്നില്ല, അല്ല 5:05 മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് വരണമെന്നില്ല. 5 മണി അവിടെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് അഭിനയിക്കണം. നമസ്കാരം, ഞാൻ ജയരാജ്, കോഴിക്കോട് ആർട്ടിസ്റ്റാണ്. ഞാൻ ജനിച്ചത് കോഴിക്കോട് പുതിയറ എന്ന സ്ഥലത്താണ്. പുതിയറ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ മഹാറാണി. പുതിയറ വളരെ ഫേമസ് ആയ സ്ഥലമാണ്. എസ് കെ പൊറ്റക്കാട്, കുതിരവട്ടം പപ്പു, നെല്ലിക്കോട് ഭാസ്കരൻ, പിന്നെ തിക്കോടിൻ നാടകത്തിന് തിക്കോടിൻ മാഷ്, അങ്ങനെ കോഴിക്കോടിൻ്റെ ഒരുവിധ പ്രസിദ്ധന്മാരായ കലാകാരന്മാർ, സാഹിത്യകാരന്മാരൊക്കെ നിറച്ച ഒരു നാടാണ് പുതിയറ എന്ന സ്ഥലത്ത്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് എനിക്ക് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ചെറുപ്പം മുതലേ നമുക്ക് അന്ന് നമ്മുടെ നാടുകളിലൊക്കെ അന്ന് ഈ പിന്നെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടാവുമായിരുന്നു. പണ്ട് സ്ത്രീകൾക്ക് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ടുള്ള തിരുവാതിര നാളിൽ ഉറക്കൊഴിയുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന പല കലാകാരന്മാരായ ആളുകൾ പിന്നെ അവർ മുഖത്ത് ചായങ്ങളൊക്കെ തേച്ചെങ്ങാണ്ട് ചെറിയ ചെറിയ മിനി നാടകങ്ങൾ, ചെറിയ പാട്ട് കച്ചേരികൾ, അങ്ങനെ പല കലാപരിപാടികളും അന്നാണ് ഞാൻ ശരിക്കും കലാപരിപാടികൾ കണ്ടുവരികയും ആദ്യമായിട്ട് എൻ്റെ മുഖത്തും കരി തേച്ച് ഒരു പാട്ടൊക്കെ കൊട്ടിക്കണ്ട് ഇതേമാതിരി സ്വന്തം വീട്ടുകാരെ രസിപ്പിക്കാനും അടുത്ത വീട്ടിലുള്ള ആളുകളെ ഒക്കെ ആയിട്ട് സന്തോഷിപ്പിക്കാനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കെട്ടിങ്ങാണ്ട് വീട്ടിന് മുറ്റത്ത് ഇതേമാതിരി മുറ്റങ്ങളിലൊക്കെ ചെന്ന് കണ്ട് ഇങ്ങനെ കളിക്കാറുള്ളത്. ശരിക്കും എനിക്ക് അന്ന് എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ആക്ടർ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതായത് ഓരോ വീടുകളിലും റോഡുകളിലും ഒക്കെ നടന്നു പോകുന്ന ഒരു കൊമേഡിയൻ, ഒരു പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട്, തമിഴനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ക്യാപ്പൊക്കെ വെച്ച് ഒരു മീശയും ഒരു മൂക്ക് വിത്ത് മീശ വെച്ചൊരു സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരു കോമഡി പാട്ടൊക്കെ പാടിയും കണ്ട് ആ ഒരു വൺ മാൻ ഷോ ചെയ്യുന്ന ആളെ എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടത് ആർട്ടിസ്റ്റാണ്. റോഡുകളിലൂടെ തെരുവുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടിങ് കളിച്ചിരുന്നത്. അങ്ങനെയാണ് ശരിക്കും ഞാൻ കല ആസ്വദിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്ക് കലയോടുള്ള താല്പര്യങ്ങൾ തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആദ്യമായിട്ട് കണ്ണൻ ചിരട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകത്തിലാണ്, എനിക്ക് തോന്നുന്നു ഒരു 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴായിരിക്കും നിൽക്കുന്നത്. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്നൊരു സ്ത്രീവേഷമാണ് ചെയ്തിരുന്നത്. ആ നാടകമൊക്കെ എനിക്ക് ഇപ്പോഴും ഇന്നും നല്ല ഓർമ്മയുണ്ട്. അന്ന് സ്ത്രീവേഷം ചെയ്തിരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഹൈസ്കൂളുകൾ ഒക്കെ ഇങ്ങനെ സ്കൂൾ നാടകങ്ങളും, കുറച്ചും കൂടി വലുതായപ്പോൾ പിന്നെ പ്രാദേശിക, ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ലിറ്റിൽ സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്നുണ്ട്. ഒന്നുമില്ല, അവിടെ ഇങ്ങനെ കുറച്ച് ക്യാരംസ്, പിന്നെ നമ്മുടെ പ്രായക്കാരായ ആളുകൾ കുറച്ച് ഒത്തുകൂടുന്ന സ്ഥലം എന്ന് മാത്രമാണ്. അവിടെ ഒത്തുകൂടുകയും അവരുടെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ തൊട്ടടുത്തുള്ള ഒരു വായനശാല, സെൻഗുപ്ത വായനശാല എന്ന് പറയുന്ന വായനശാല, അവിടെ ബാലവിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഒരു വിഭാഗം. മുതിർന്ന ആളുകൾ ഒന്നെങ്ങാണ്ട് എല്ലാ ആഴ്ചയും ഞായറാഴ്ചകളിലും ഓരോ ചെറിയ ക്ലാസ്, അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഓരോരോ ചെറിയ ചെറിയ കലാപ്രകടനങ്ങളൊക്കെ കാണുകയും, അവരുടെ വാർഷികത്തിന് കുട്ടികളുടെ നാടകം, ചെറിയ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള നാടകം, കുട്ടികളല്ല, കുറച്ച് നമ്മൾ യൂത്തായി വരുന്ന സമയത്തുണ്ടാകുന്നു. അതായത് അന്ന് ആ കാലത്തുള്ള നാടക നടന്മാരായി വലിയ വലിയ ആളുകൾ കളിക്കുന്ന വലിയൊരു നാടകം, പിന്നെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർ അഭിനയിക്കുന്ന ഒരു കോമഡി അരമണിക്കൂർ സ്കിറ്റൊക്കെ. അതിനകത്തൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ ആദ്യമായിട്ട് ഞാൻ കയറി കളിക്കാൻ തുടങ്ങുന്നത്. അവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഗുസ്തി പഠിക്കേണ്ട, എല്ലാവർക്കും ശാകുന്തളം മതി എന്നൊക്കെ പറഞ്ഞാൽ പല പല ചെറിയ ചെറിയ നാടകങ്ങൾ, ഫുൾ കോമഡിയാണ് അതൊക്കെ, ഫുൾ കോമഡി നാടകങ്ങളായിരുന്നു. അവിടുന്ന് കുറച്ചും കൂടി പ്രാദേശികമായ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി കോഴിക്കോട് സിറ്റിയിലേക്ക്, ടൗണിലേക്ക് വ്യാപിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ദേശഭൂഷണി, അതായത് കുതിരവട്ടത്തുള്ള ദേശഭൂഷണി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ലൈബ്രറി. ആ ലൈബ്രറി അന്ന് വലിയ കലാകാരന്മാർ ചെയ്തിരുന്നു. കുഞ്ഞാണ്ടിയേട്ടൻ, പപ്പേട്ടൻ, അന്നത്തെ പ്രഗത്ഭരായ
പിന്നെ നെല്ലിക്കുട് ഭാസ്കരേട്ടൻ അവരുടെ സിസ്റ്റേഴ്സൊക്കെ അഭിനയിക്കുകയും വലിയ നാടക പാരമ്പര്യമുള്ള ഒരു വായനശാലയായിരുന്നു ദേശഭൂഷണി വായനശാല. ഈ ദേശഭൂഷണി വായനശാലയിലാണ് ആദ്യമായിട്ട് ഗ്രീക്ക് നാടകങ്ങളൊക്കെ അവർ ചെയ്തിരുന്നത്. അന്ന് ആണ്ടിയേട്ടനാണ് ഏറ്റവും വലിയ നടൻ. ആണ്ടിയേട്ടൻ്റെ ജ്യേഷ്ഠൻ ഒരു ആക്ടർ ഉണ്ടായിരുന്നു, പറയുന്നത് കേട്ടിട്ടുള്ളൂ, ഞാൻ കണ്ടില്ല. പിന്നെ ഒരു നാരായണൻ നായരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ. അവർ പാരമ്പര്യമുള്ള ലൈബ്രറി ആയിരുന്നു ദേശഭൂഷണി. അങ്ങനെ ആ ലൈബ്രറിയിൽ മാസം നാടകങ്ങൾ ചെയ്യാറുണ്ട്. PN ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു എഴുത്തുകാരുണ്ടായിരുന്നു. ചെറിയ എഴുത്തുകാരനല്ല, അന്നത്തെ ഇന്ന് ഞാനാലോചിക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരൻ തന്നെ. ചെറിയ അരമണിക്കൂർ 20 മിനിറ്റ് നേരത്തുള്ള കൊച്ചു നാടകങ്ങൾ ചെയ്യുന്ന സ്റ്റേജ്. അങ്ങേര് മാസത്തിലൊരു ദിവസം ദേശഭൂഷണി വായനശാലയുടെ റീഡിംഗ് റൂം വെച്ചിട്ട് ചെറിയ നാടകങ്ങൾ ചെയ്യും. അങ്ങനെ ആ നാടകങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ അവിടുത്തെ ഒരു വലിയ നാടകത്തിൽ എല്ലാ കലാകാരന്മാരും അഭിനയിക്കുന്ന ഒരു വലിയൊരു പഴയ നാടകത്തിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടുന്നു. അപ്പോഴേക്കും ഞാൻ കോഴിക്കോട് സിറ്റിയിലൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ചുറ്റുവട്ടമുള്ള പല ക്ലബ്ബുകൾ, അതിനകത്ത് ഏറ്റവും പ്രസിദ്ധപ്പെട്ട ക്ലബ്ബായിരുന്നു യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി എന്ന് പറയുന്നത്, UDA എന്ന് പറയുന്നത് ക്ലബ്ബ്. ആ ക്ലബ്ബിൽ അന്ന് കോഴിക്കോട്ടെ പ്രഗത്ഭന്മാരായ നാടക നടന്മാർ, ആകാശവാണിയിലെ നടന്മാർ, പിന്നെ കോഴിക്കോട് പട്ടണത്തിലെ അത്യാവശ്യ സിനിമകളൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്തുണ്ടായിരുന്ന പല നടന്മാരൊക്കെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമായിരുന്നു UDA. ശരിക്കും ഞാൻ ചെല്ലുന്നത് മ്യൂസിഷ്യനായിട്ടാണ്. അന്ന് ഞാൻ അത്യാവശ്യം ഗിറ്റാറൊക്കെ വായിക്കുന്ന, ഡ്രംസൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അത് കുറച്ച് പഠിച്ചിരുന്നു. അങ്ങനെ അവിടുത്തെ ഓർക്കസ്ട്രയിൽ കൂടെ കയറുകയും പതുക്കെ അവരെ നാടക ഗ്യാങ്ങിലേക്ക് കയറി പറ്റുകയും ചെയ്തു. അങ്ങനെ കോഴിക്കോട് ടൗണിലേക്കുമായി ആ കാലങ്ങളിലെ നാടകങ്ങൾ റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ശരിക്ക് അവിടെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ 8:30-9 മണിയാവും. അങ്ങനെ 9 മണിക്ക് നാടകങ്ങൾ റിഹേഴ്സൽ തുടങ്ങിയാൽ 10, 11, 12 മണി വരെ റിഹേഴ്സൽ പോകും. പിന്നെ അതിനെക്കുറിച്ച് കുറേ ചർച്ചകൾ, എല്ലാം കൂടി വീട്ടിലെത്തുമ്പോൾ ഒരു 1:30, 1 മണി, 2 മണിയൊക്കെ ആവും. അപ്പോൾ തന്നെ കുറച്ച് പ്രായമുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന കാലത്താണ് ഞാൻ കോഴിക്കോട് അണിയറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയായിട്ട് ബന്ധപ്പെടുന്നത്. അണിയറ എന്ന് പറയുന്ന സംഘടന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു സംഘടനയായിരുന്നു. കാരണം സാധാരണ നമ്മൾ നാടകങ്ങളിലൊക്കെ പോയി അവൻ നശിച്ചു, ഇവൻ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഓപ്പോസിറ്റായിരുന്നു ഈ അണിയറ എന്ന് പറയുന്ന നാടക സംഘടന. അത് G. ശങ്കരപ്പിള്ള സാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നാടക കളരി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആയിരുന്നുണ്ട്. അതായത് KR മോഹൻദാസ് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ, അന്നത്തെ കേരളത്തിൽ സുപ്രസിദ്ധനായ ഒരു പുരോഗമന നാടകത്തിൻ്റെ പുതിയ ഒരു വക്താവായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, ശങ്കരപ്പിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ, പിന്നെ അന്നത്തെ പ്രഗത്ഭരായ പല നാടക പ്രഗത്ഭന്മാരും ഒക്കെ വന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു സംഘടനയായിരുന്നു ഈ അണിയറ എന്ന് പറയുന്നത്. അങ്ങനെ അണിയറൽ മെമ്പറായതോടുകൂടി അവിടുത്തെ അന്ന് വരെ ഉണ്ടായിരുന്ന നാടക റിഹേഴ്സൽ രീതിയേ എല്ലാം ഉണ്ടായിരുന്നു. അവിടെ വൈകുന്നേരം 4:30, 5 മണിക്ക് നാടക റിഹേഴ്സൽ തുടങ്ങുമെന്ന് പറഞ്ഞാൽ 5 മണി കറക്റ്റിന് നാടക റിഹേഴ്സൽ തുടങ്ങും. അതുവരെ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ 7 മണിക്ക് നാടക റിഹേഴ്സൽ കേട്ടോ എന്ന് പറഞ്ഞാൽ തുടങ്ങുക ഒരു 9 മണിക്ക്. 7 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ സാധനം 9 മണിക്ക് 9 മണിക്കാണ് തുടങ്ങുക. ഇതങ്ങനെയല്ല, 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി. നിങ്ങൾ 5:05 വരണമെന്നില്ല, അല്ല 5:05 മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് വരണമെന്നില്ല. 5 മണി അവിടെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് അന്വേഷിക്കണം. ആ നാടകത്തിന് മുമ്പ് നാടകത്തെക്കുറിച്ചുള്ള എക്സസൈസുകൾ, പിന്നെ നാടകത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. പിന്നെ നാടകത്തെക്കുറിച്ചുള്ള ഏത് റോളാണ് ചെയ്യുന്നത്, നാടകം റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ നടന്മാരും അതിന് മുന്നിൽ നാടകം കണ്ടുകൊണ്ടിരിക്കണം. ആ ഒരു ഇമോഷനിൽ തന്നെ നാടക റിഹേഴ്സലിലേക്ക് കൊണ്ട് കയറണം, അവനാൻ്റെ റോള് വന്നാൽ കയറണം. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പറയാം, എൻ്റെ നാടക സങ്കല്പങ്ങളെയും എൻ്റെ നാടക ധാരണകളെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയായിരുന്നു ഈ അണിയറ എന്ന് പറയുന്നത്. അണിയറയിൽ എത്തിപ്പെട്ടതോടുകൂടിയാണ് എനിക്ക് നാടകം എന്താണെന്നും അഭിനയം എന്താണെന്നും ഇത് എത്രത്തോളം വലുതാണെന്നും എത്രത്തോളം അതൊരു ഡീപ്പ് ഉണ്ടെന്നും എത്ര വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായി തുടങ്ങുകയും അതിനോട് വളരെ ആകാംക്ഷയോടും വളരെ പ്രതീക്ഷയോടും കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിലേക്കുള്ള അവസരങ്ങൾ വരുന്നത്. പിന്നെ അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് കുറച്ച് കയറി വരുന്നത്.